ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം അവന് തക്കതായ തുണയെ അവന്റെ വാരിയലിൽ നിന്ന് തന്നെ ഉണ്ടാക്കി. വിശുദ്ധ ബൈബിളിൽ സ്ത്രീയുടെ ചരിത്രം അവിടെ ആരംഭിക്കുകയാണ്. പിന്നീട് നമുക്ക് അനേകം സ്ത്രീ കഥാപാത്രങ്ങളെ വിശുദ്ധ വേദപുസ്തകത്തിലുടനീളം കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കുവാൻ കഴിയുന്നവരാണ് അവരിൽ പലരും. ഇന്ന് ഈ ഇടവക ദിന വേദിയിൽ സെയിന്റ് ജോസഫ് ജാക്കോബൈറ്റ് ചർച്ച് വിമൻസ് ഗ്രൂപ്പ് നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കട്ടെ ബൈബിളിലെ സ്ത്രീരത്നങ്ങൾ. സാറ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ എന്ന് എണ്ണുകയും പ്രായാധിക്യം കഴിഞ്ഞിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ത്രീരത്നം സാറ. മിരിയാം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് നയിച്ചുകൊണ്ടുപോകാൻ സഹോദരന്മാരായ മോശയോടും അഹരോനോടും ഒപ്പം നിന്ന ധീര വനിത. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന് നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നപ്പോൾ മിരിയാം തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. ദെബോറ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകിയായ ഏക ന്യായാധിപ ദെബോറ. ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. കനാന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബാരാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവം ബാരാക്കിനോടും സൈന്യത്തോടുമൊപ്പം അവൾ പുറപ്പെട്ടു. അവർ നേടിയ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദെബോറ പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു. റൂത്തും നവോമിയും. യഹോവയോടും അമ്മായിയമ്മയായ നവോമിയോടും ഉള്ള ഇഷ്ടം കൊണ്ടും സ്വന്തം നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദ ദേശത്തെത്തിയ മോവാബിയ സ്ത്രീയായ റൂത്ത് തന്റെ ദൈവഭക്തിയും കഠിനാധ്വാനവും വിശ്വസ്തതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച വനിതാരത്നം. മരുമക്കളിൽ ഒരാളായ ഓർപ്പ തന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിയപ്പോൾ റൂത്ത് അമ്മായിയമ്മയായ നവോമിയോട് പറ്റി നിന്നു. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും എന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ച റൂത്ത് മരുമക്കൾക്ക് നല്ല മാതൃകയാണ്. ഹന്ന ഇസ്രായേൽ ജനത്തിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായിരുന്ന ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന. ഹന്നയുടെ മടുത്തുപോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നമ്മൾ മാതൃകയാക്കേണ്ടതാണ്. അബിഗേൽ കർമ്മേലിലെ മഹാധനികനായ നാബാലിന്റെ ഭാര്യ. ദുഷ്ടനും അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും സന്ദർഭോചിതമായ പ്രവൃത്തി കൊണ്ടും അനുഗ്രഹീതമാക്കി മാറ്റിയ ധീരവനിത. നയമാന്റെ വീട്ടിലെ അടിമ പെൺകുട്ടി. ഇസ്രായേലിന്റെ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്ന അടിമ പെൺകുട്ടി. പരാക്രമശാലിയായിരുന്നുവെങ്കിലും കുഷ്ഠരോഗിയായിരുന്ന സ്വന്തം യജമാനനായ നയമാന്റെ മുൻപിൽ ധൈര്യപൂർവം തന്റെ ദൈവത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിച്ച ധീരയായ പെൺകുട്ടി. എസ്തേർ അഹസ്രോസ് രാജാവിന്റെ ഭാര്യയായ എസ്തേർ തന്റെ രാജ്ഞിപദത്തിലും കൊട്ടാരത്തിലെ സുഖലോലുപതയിലും മതിമറന്ന് ആഹ്ലാദിക്കാതിരുന്ന എസ്തേർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും സ്വജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീ. ഹന്ന പ്രവാചകി ഏറെ വയസ്സു ചെന്നിട്ടും ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നവൾ.
അതുകൊണ്ട് തന്നെ യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെക്കുറിച്ച് പ്രസ്താവിക്കുവാൻ ഹന്ന പ്രവാചകിക്ക് കഴിഞ്ഞു. മറിയയും എലിശബത്തും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന് ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്നു പറഞ്ഞ് തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത മറിയം, തന്റെ മകനെ ലോകത്തിന്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറകുടം. യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ അവതരിച്ച യോഹന്നാന് ജന്മം കൊടുത്ത വനിത, ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കർത്താവിന്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവളുമായ ഉത്തമ സ്ത്രീ എലിശബത്ത്. മാർത്തയും മറിയയും. യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെവികൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ. പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരുന്ന മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു. മാർത്തയുടെ അതിഥി സൽക്കാരം ഏതൊരു സ്ത്രീക്കും മാതൃകയാക്കാവുന്നതാണ്. ശമരിയക്കാരി സ്ത്രീ. യേശുവിനെ മശിഹ ആണെന്ന് തിരിച്ചറിഞ്ഞ ശമരിയക്കാരി സ്ത്രീ, അറിഞ്ഞ സത്യം മറച്ചുവെക്കാതെ വെള്ളം കോരാൻ വന്ന കാര്യം പോലും മറന്ന് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സദ്വർത്തമാനം എല്ലാവരെയും അറിയിച്ചു. അവളുടെ വാക്കുകേട്ട ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണാനായി വന്നു ചേർന്നു. മഗ്ദലനക്കാരി മറിയ. യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ച മഗ്ദലനക്കാരി മറിയ. യേശുവിന്റെ മരണസമയത്തും അവൾ ഉണ്ടായിരുന്നു. അതിരാവിലെ കല്ലറയ്ക്കലെത്തിയ മഗ്ദലനക്കാരി മറിയയാണ് താൻ ഉയിർത്തെഴുന്നേറ്റു എന്ന സന്തോഷവാർത്ത ശിഷ്യന്മാരെ അറിയിച്ചത്. അപ്പോസ്തോലന്മാരുടെ അപ്പോസ്തോലിയായി മാറിയ മഗ്ദലനക്കാരി മറിയ. വാത്സല്യമുള്ളവരെ, ഈ ഓരോ സ്ത്രീ കഥാപാത്രങ്ങളും നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഹന്നയെ പോലെ പ്രാർത്ഥനാ വീരയായി, നവോമി റൂത്തിനെ പോലെ ഐക്യതയും സ്നേഹവുമുള്ളവരായി, എസ്തേറിനെ പോലെ ഏത് സാഹചര്യത്തിലും സന്ദർഭത്തിലും തന്റെ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവരായി ജീവിച്ച് കർത്താവിന്റെ ഉത്തമ സാക്ഷികളാകാം. ഇത്രയും നേരം ഞങ്ങളെ സഹൃദയം വീക്ഷിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി കരേറ്റിക്കൊണ്ട് ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അവതരണം ഞങ്ങളിവിടെ ഉപസംഹരിക്കുന്നു. നന്ദി. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.